ദൈവനാമത്തിന് മഹത്വം പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. നാം ജീവിക്കുന്ന ലോകത്തിൽ വളരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമൊക്കെ നാം അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഇതിൻ്റെ ഒക്കെ മധ്യത്തിൽ ദൈവം നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്ന് നാം അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ രക്ഷകനായ കർത്താവ് നമ്മളിപ്പോഴും കരുതുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ആനന്ദമുളവാക്കുന്നതാണ്. ഞാനിന്ന് നിങ്ങളോട് പ്രസംഗിക്കുവാൻ തുടങ്ങുന്ന വിഷയം ദൈവവചനത്താൽ കണ്ണുകൾ പ്രകാശിക്കണമെന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 19 8 വാക്യം ഞാനത് വായിക്കാം. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. സുപരിചിതമായ വേദഭാഗമാണിത്. 19 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേൽ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ഐക്യ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ രണ്ടാമത്തെ രാജാവായിരുന്ന ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് ഇത്. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ സൃഷ്ടികൾ കൂടിയും അതുപോലെ ദൈവത്തിൻ്റെ വാക്കിൽ കൂടിയും ദൈവത്തെ പ്രദർശിപ്പിക്കുന്നതാണ്. അതായത് 2 ഘട്ടങ്ങൾ നിങ്ങൾക്കിതിൽ കാണാം. സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം മുതൽ 6 വാക്യം വരെ ഉള്ളത് ദൈവത്തിൻ്റെ സൃഷ്ടികൾ കൂടി ദൈവത്തിൻ്റെ മഹത്വം പ്രദർശിപ്പിക്കുന്നതാണ്. 7 വാക്യം മുതൽ 14 വാക്യം വരെയുമുള്ളത് ദൈവത്തിൻ്റെ വാക്കിലൂടെ അല്ലെങ്കിൽ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വം പ്രസ്താവിക്കുന്നതാണ്. ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ സംഭാഷണമില്ലാത്ത ശബ്ദം അല്ലെങ്കിൽ സ്പീച്ച്ലെസ് വോയിസ് എന്ന് പറയുന്ന ആ ചിന്തയാണ് നമ്മൾക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനുമില്ല എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് നമ്മൾക്ക് 19 ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആജ്ഞകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ, അത് നമ്മളുടെ കണ്ണുകൾക്ക് ബോധദീപ്തമാകുന്ന സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ വിജ്ഞാനപരമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടുപോകുക എന്നൊക്കെയുള്ള അല്ലെങ്കിൽ സുബോധം വരുത്തുക എന്നുള്ള ആശയങ്ങളൊക്കെയാണ് നമ്മൾക്ക് ആ സങ്കീർത്തനത്തിൽ കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആജ്ഞകൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ, ഇത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത്, അത് നാം വളരെ കാര്യമായിട്ട് അറിയണം. അത് ദൈവത്തിൻ്റെ വചനം വായിക്കുകയും അത് ഗ്രഹിക്കുകയും അത് കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നതാണ്. നമ്മളുടെ മറ്റ് പല ചിന്തകളിൽ നിന്നും നമ്മളെ മാറ്റി തിരിച്ചുകൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സന്ദേശങ്ങളാണ്. മാത്രമല്ല, നമ്മൾക്ക് പലപ്പോഴും വേണ്ട രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, അതിനെ അപഗ്രഥിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾക്ക് പ്രചോദനമേകുകയും അതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ വേണ്ടിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, സുബോധത്തോടെ കാര്യങ്ങളെ അസസ് ചെയ്യുവാനുള്ള കഴിവ് ദൈവത്തിൻ്റെ വചനം തരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ നിർമ്മലമാണ്, പ്യുവറാണ് ദൈവത്തിൻ്റെ വചനം. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു പറയുമ്പോൾ കിരണങ്ങൾ വീശുന്നു അല്ലെങ്കിൽ തേജസ് ഉള്ളതാക്കുന്നു, ദീപ്തമാക്കുന്നു ഒക്കെ എന്നുള്ള അർത്ഥങ്ങളൊക്കെ നമ്മൾക്ക് പല പരിഭാഷകൾ വായിച്ചാൽ കാണാം. റേഡിയൻ്റ് എന്ന് പറഞ്ഞ പദമൊക്കെയാണ് നമ്മൾക്ക് ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആജ്ഞകൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഒക്കെ നമ്മൾക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മുടെ കണ്ണുകളെയും നമ്മുടെ മനസ്സുകളെയും പ്രേരിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് നാം അറിയേണ്ടത്. പുറപ്പാട് പുസ്തകം 13 9 വാക്യം ഞാനത് വായിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്കും നിന്റെ കൈമേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. ബലമുള്ള കൈകൊണ്ടല്ലോ യഹോവ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കണം, അതുപോലെ ഇത് നിന്റെ കയ്യിൽ അടയാളമായിട്ടിരിക്കണം, ഇത് നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായിട്ടിരിക്കണം. ഇനി നിങ്ങൾക്ക് അതിനോട് ബന്ധപ്പെട്ട് തന്നെ 13 6 മുതൽ 8 വരെയും അതുപോലെ 15 16 വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ അവിടെ എന്താണ് നമ്മൾ ദൈവത്തിന്റെ വചനത്തോട് ഇത്ര കൂറു പുലർത്തേണ്ടത്, അല്ലെങ്കിൽ ന്യായപ്രമാണം ദല്ലോ എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനത്തോട് എങ്ങനെയാണ് നമ്മൾക്ക് കൂറു പുലർത്തുവാൻ കഴിയുക എന്നുള്ള ചിന്തയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്.
അപ്പോൾ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ടാണ് വിടുവിച്ചുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞ് 430 വർഷക്കാലം ഇസ്രായേൽ എന്ന് പറയുന്ന ജാതി ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ചരിത്രം പഠിച്ചാൽ 215 വർഷം മാത്രമേ അവർ അടിമകളായിട്ട് ഇവിടെ പാർത്തുള്ളൂ. അവർ വളരെ പീഡനത്തിൽ കൂടി, വളരെ ബുദ്ധിമുട്ടിൽ കൂടി അടിമത്ത ജീവിതം നയിച്ച് അവരുടെ കുലം മുഴുവൻ മുടിയത്തക്കുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ വരുമ്പോൾ ദൈവം താൻ തിരഞ്ഞെടുത്ത മോശയെ അവിടേക്ക് വിട്ട് അവർ വിമോചകനായി അവിടുന്ന് പുറപ്പെടുവിച്ചു വിട്ടുവിടുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴും ഒരു കാര്യം ഓർക്കണം, മോശയുടെ കൈയുടെ ബലമല്ല അവരെ വിടുവിച്ചത് എന്നുള്ളതാണ് നാം അറിയേണ്ടത്. ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ടാണ് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ട കാര്യം, ഞാൻ നിങ്ങൾക്ക് തരുന്ന നിയമങ്ങൾ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കൽപ്പനകൾ, നിങ്ങൾ ആചരിക്കുവാനും വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി തിരിച്ചു മറിക്കുവാൻ അവകാശമില്ല എന്നാണ് ദൈവം പറയുന്നത്. അത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ വായിലുണ്ടാവണം. 2, നിങ്ങളുടെ കയ്യിൽ അടയാളമായിട്ടുണ്ടാകണം. നിങ്ങളുടെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വീക്ഷണത്തിൽ കൂടി, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന വഴി മാത്രമേ നാം പലതിനെയും കാണാവൂ എന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത്. ഒരു കാര്യം ചെയ്യുവാനും വേണ്ടി കൈ നീട്ടുമ്പോൾ നമ്മളുടെ കയ്യിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അടയാളമായി ഉണ്ട്. അക്ഷരീകമായിട്ട് വരയ്ക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ അക്ഷരീകത സംവിധാനമല്ല. അപ്പോൾ നിന്റെ വായിൽ എപ്പോഴും ദൈവത്തിന്റെ നിയമം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അനാവശ്യ വാക്കുകൾ, തെറ്റായ വർത്തമാനങ്ങൾ, ദൈവത്തിന് കോപം ജ്വലിപ്പിക്കുന്ന വാക്കുകൾ ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ നാം ഒരു കാര്യം ചെയ്യുവാനും കൈ നീട്ടുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾക്ക് കയ്യിൽ അടയാളമായിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് നിശ്ചയമായിട്ടും ആ തെറ്റായ കാര്യത്തിൽ നിന്ന് പുറകിലേക്ക് വരുവാൻ കഴിയും. നമ്മുടെ കണ്ണുകൾ എന്ന് പറയുന്നത് നമ്മൾ ആ ദൈവത്തിന്റെ വചനത്തിന്റെ സിദ്ധാന്തപ്രകാരം ദൈവം തന്ന കൽപ്പന അനുസരിച്ച് നാം നോക്കുമ്പോൾ നിശ്ചയമായിട്ടും പലതിൽ നമ്മുടെ കണ്ണുകളെ പുറകിലേക്ക് വലിക്കുവാനോ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ മാറ്റുവാനോ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന് 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഞാൻ ഇതിന്റെ ഇടഭാഗങ്ങൾ ഒന്ന് വായിക്കാം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ ചോദ്യം ഏതാന്ന് ചോദിച്ചാൽ, ഈ തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സാത്താന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു, ആദം ഹവ്വ ദമ്പതിമാരെ ദൈവം സൃഷ്ടിച്ചു. അതിൽ ഹവ്വ എന്ന് പറയുന്ന സ്ത്രീയുടെ അടുക്കൽ പാമ്പിൽ ഉൾപ്രവേശം നടത്തി സാത്താൻ വരികയാണ്. ഒന്നുകൂടി പറയാം, പാമ്പ് ദൈവമല്ല. പല സ്ഥലങ്ങളിൽ പാമ്പ് ദൈവമാണ്. മണ്ണാറശാല തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പാമ്പ് ദൈവമാണ്. പക്ഷേ പാമ്പ് ദൈവമല്ല, പാമ്പ് സാത്താനുമല്ല. അപ്പോൾ സാത്താൻ എന്ന് പറയുന്ന രീതിയിലാണ് പലപ്പോഴും പലരും പാമ്പിനെ കാണുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ ഈ പാമ്പ് സാത്താനാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഓർക്കേണ്ട ഭാഗം, പാമ്പിൽ ഉൾപ്രവേശം നടത്തി ഹവ്വായുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഹവ്വ പറഞ്ഞ മറുപടി ഇതാണ്: ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെ ഫലം തിന്നാം, പക്ഷേ ഈ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുകയും വരുത്, തൊടുകയും വരുത് എന്ന് ദൈവം പറഞ്ഞു. പക്ഷെ ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ദൈവം പറയാത്ത കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചപ്പോൾ സാത്താന് മനസ്സിലായി ഈ സ്ത്രീയുടെ അടുക്കൽ താൻ ചെയ്യുവാൻ വേണ്ടി വന്ന തന്റെ തിക്തമായ സംവിധാനങ്ങൾ ഇവിടെ വിജയിക്കുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അവളെ ഒരു പ്രത്യേക നിലയിൽ സാത്താൻ ഉപദേശിക്കുന്ന ഭാഗമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സാത്താൻ പറയുകയാണ്, പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുമ്പോൾ എന്ന് പറഞ്ഞ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഒറ്റ വാക്യത്തിൽ തന്നെയാണ്: ജീവന്റെ വൃക്ഷം, അതുപോലെ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ട്രീ ഓഫ് നോളജ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അറിവിന്റെ വൃക്ഷം. അപ്പോൾ ആ അറിവിന്റെ വൃക്ഷഫലം മാത്രം തിന്നരുത്, തിന്നുന്നാൾ മരിക്കുമെന്നൊക്കെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ് എന്ന് പറഞ്ഞ് സാത്താന്റെ പ്രബോധനമൊക്കെ നടത്തുകയാണ്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയാം, ദൈവത്തിന്റെ കൽപ്പനയാണോ നാം സ്വീകരിക്കേണ്ടത്, അതോ സാത്താൻ നമ്മളെ ഉപദേശിക്കുന്ന ഉപദേശമാണോ സ്വീകരിക്കേണ്ടത് എന്ന് നാം നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ നാം സ്വീകരിച്ച് ആചരിച്ച് മുൻപോട്ട് പോകുവാൻ
ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് വേറെ ഒന്നും കൂട്ടിച്ചേർക്കുവാനോ മറ്റൊരാൾ പറയുന്ന ഉപദേശങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴുവാനും ഇടയാകുന്നത് ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമല്ല. അത് നമ്മളുടെ ആത്മീക സംവിധാനത്തിനും അതുപോലെ നിത്യതയ്ക്കും കളങ്കമുണ്ടാക്കുന്നതാണ് എന്നാണ് നാം അറിയേണ്ടത്. ഇവിടെ സാത്താൻ വന്ന് പറഞ്ഞ വലിയ ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്. പേടിക്കൊന്നും വേണ്ട, നിങ്ങളോട് ദൈവം പറഞ്ഞത് എന്റെ കേൾവിക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം, പച്ചക്കള്ളമാണ്. കാര്യം ദൈവത്തിന് ഈഗോയാണ്. ദൈവത്തെ പോലെയാകും നിങ്ങളെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് നിങ്ങളെ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരാതിരിക്കത്തക്കവണ്ണം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഒരു കാര്യമാണ്. പക്ഷെ അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ പറഞ്ഞ നല്ല ഉപദേശം വിശ്വസിക്കുക. അപ്പോൾ ഓർക്കണമേ, ഇന്ന് നമ്മുടെ ലോകത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുവാൻ ആൾക്കാർ കുറവാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം, ഒരു ഗ്ലാസ് പാലും അടുത്ത ഒരു ഗ്ലാസിന്റെ അകത്ത് മദ്യവും വെച്ചാൽ മിക്കപേരും തിരഞ്ഞെടുക്കുവാൻ താല്പര്യപ്പെടുന്നത് പാലല്ല, മദ്യമാണ്. അപ്പോൾ തിന്മകളും തിക്തതകളും ഒക്കെയാണ് ഇന്ന് ലോകത്തിൽ കൂടുതൽ കാണുന്നത്. കൈക്കൂലി, അതുപോലെ വ്യഭിചാരം, തിന്മകൾ, അടിപിടി, കൊലപാതകം, ഇതൊക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ലെന്നേ എന്ന് പറഞ്ഞ് സുന്ദരമോഹന വാഗ്ദാനങ്ങളൊക്കെ തരുന്ന പലരുമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട്, അതുപോലെ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൊലപാതകങ്ങളുണ്ട്, അപ്പോൾ അതുപോലെ തീവ്രവാദ സംഘടനകളുണ്ട്. അപ്പോൾ യാതൊരു കൗശലമില്ലാതെ തിന്മകൾ ചെയ്യുവാനും വേണ്ടി സാത്താൻ പലരെയും പ്രേരിപ്പിക്കാൻ, എന്താണ് ചെയ്താൽ കുഴപ്പം എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ എന്റെ കേൾവിക്കാർ മനസ്സിലാക്കണം, തിന്മകൾ ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുവാൻ കാരണമാക്കുന്നത് സാത്താനും അതുപോലെ പാപവുമാണെന്നറിയണം. ഇവിടെ സാത്താൻ വന്ന് വളരെ നല്ല രീതിയിൽ ഈ ഹവ്വായി ഉപദേശിക്കുകയാണ്. അപ്പോൾ തന്റെ സൃഷ്ടാവായ തങ്ങൾക്ക് എല്ലാം നൽകിയിട്ടുള്ള, തങ്ങൾ അധിവസിക്കുന്ന ഏതാൻ പൂങ്കാവനം സൃഷ്ടിച്ച് മനോഹരമായിട്ട് നൽകിയിട്ടുള്ള, ജീവൻ തന്ന ആ ദൈവത്തിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തുവാനും വേണ്ടിയുള്ള രംഗപ്രവേശമാണ് ഇവിടെ സാത്താൻ നടത്തുന്നത്. സാത്താൻ പറഞ്ഞത്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. അപ്പോൾ എത്ര വലിയ കാര്യമാണ് പറഞ്ഞു പിടിപ്പിച്ചെന്ന് ഓർക്കണം. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നല്ലേ ദൈവം പറഞ്ഞത്? അത് കളവാണ്. കാര്യം നിങ്ങൾ ദൈവത്തെ പോലെയാകാതിരിക്കുവാനും വേണ്ടി ദൈവത്തിന്റെ ഈഗോ സംവിധാനം അവിടെ വർക്ക് ചെയ്താണ്. ഇന്നും നിങ്ങൾ മനസ്സിലാക്കണേ, ഇങ്ങനത്തെ എന്തെല്ലാം കാര്യം ദൈവവചനം കേൾക്കുമ്പോൾ, വിശുദ്ധ ബൈബിളിന്റെ ആഖ്യാനങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതൊന്നുമല്ല ശരി എന്നും പറഞ്ഞുകൊണ്ട് വേറെ എളുപ്പമുള്ള, ഇപ്പോൾ കണ്ടാൽ രസിക്കുന്നതും ഇപ്പോൾ കണ്ടാൽ ഇഷ്ടപ്പെടുന്നതും ഇപ്പോൾ നമ്മുടെ മനസ്സിനെ മതിക്കുന്നതും നമ്മുടെ കണ്ണുകളെ മഞ്ചിപ്പിക്കുന്നതുമായ ഒത്തിരി കാര്യങ്ങൾ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ട് അതിലേ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മുടെ മനം പുരട്ടുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അതിലേക്ക് പോകുവാനാണ് ഇപ്പോൾ പലർക്കും ആഗ്രഹം എന്നുള്ളതാണ് നാം അറിയേണ്ടത്. അപ്പോൾ എന്താണ് നാം തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണം, തിന്നുന്നാൾ നിങ്ങളുടെ കണ്ണ് തുറക്കും എന്ന് നമ്മൾ അവിടെ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇരുവരുടെയും കണ്ണ് ഇതാ തുറന്നിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ അവരുടെ കണ്ണ് അടഞ്ഞിരുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവരിരുവരും നഗ്നരായിരുന്നു, നാണം തോന്നിയില്ല താനും. പക്ഷേ അപ്പോൾ കണ്ണടഞ്ഞല്ലേ ഇരുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ കണ്ണ് തുറന്നെന്ന് പറയുന്നത് എന്നൊരു ചിന്ത ഉണ്ടാകാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ സാത്താൻ ഉൾപ്രവേശം നടത്തി വന്ന പാമ്പിനെ ഹവ്വ കേൾക്കുകയല്ലായിരുന്നു, അതിനെ കാണുകയായിരുന്നു. 2, അവൻ ഉപദേശിച്ചനുസരിച്ച് ഈ സ്ത്രീ അല്ലെങ്കിൽ ഹവ്വ അല്ലെങ്കിൽ ആദിമാതാവ്, അവര് ഈ സാത്താൻ ഉൾപ്രവേശം നടത്തിയ പാമ്പ് വൃക്ഷഫലം പറിച്ചു കൊടുക്കുകയായിരുന്നില്ല. അവൾ വൃക്ഷഫലം കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ കൊള്ളാമെന്നും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് കണ്ട് സ്ത്രീ പറിച്ചു തിന്നു, തന്റെ ഭർത്താവിന് കൊടുത്തു. അപ്പോൾ ഓർക്കണം, ഇവൾ ഇത് കണ്ട് അവൾ തന്നെയാണ് പറിച്ചത്, അല്ല തപ്പിത്തടഞ്ഞു പോയി പറിച്ചെന്നല്ല. അപ്പോൾ അതുകൊണ്ട് ആ വൃക്ഷഫലത്തെ കുറിച്ചുള്ള ഒരു ധാരണ അവിടെ മനസ്സിലുണ്ടായി, കണ്ണുകൾക്ക് ഇമ്പമേകി, അങ്ങനെ അവൾ അത് പറിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഇരുവരുടെയും കണ്ണ് തുറന്നു തന്നെയാണ്ടിരുന്നത്. പിന്നെ എന്താണ് ഈ സാത്താൻ ഇവിടെ പറയുന്നത്? എന്നാൽ ഇരുവരും ഈ വൃക്ഷഫലം തിന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണു തുറന്നു, അവരെ നഗ്നരെന്നറിഞ്ഞു എന്നാണ്. എന്താണ് ഇവിടെ പറയുന്നത്? എന്ത് കണ്ണ് തുറന്ന കാര്യം? ജ്ഞാനതൃഷ്ണയുടെ അല്ലെങ്കിൽ അറിവിന്റെ ആ ഒരു കണ്ണ് തുറന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവർ നഗ്നരായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗമുണ്ട്. അവർ നഗ്നരായിരുന്നെങ്കിൽ ഇത്രയും നാളും അവർക്ക് ദേഹത്ത് തൊട്ടു നോക്കിയാലെങ്കിലും അറിയത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ തേജസ്സിന്റെ അങ്കി അവരെ മൂടിയിരുന്നു. അപ്പോൾ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വിട്ടവർ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ തേജസ്സിന്റെ അങ്കി അവർക്ക് നഷ്ടമായി. അതുകൊണ്ടാണ് അവര് അത്തിയില വെച്ച് ഉടയാട ഉണ്ടാക്കുവാൻ ശ്രമം നടത്തുകയും അതിൽ പരാജയപ്പെടുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ഇവരുടെ ഈ പുറത്തെ കണ്ണടഞ്ഞിരുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്, അവരുടെ
ജ്ഞാനതൃഷ്ണയുടെ കണ്ണ് അടഞ്ഞിരുന്ന കാര്യവും അത് തുറന്ന കാര്യവുമാണ് അവിടെ വായിക്കുന്നത്. ഇനി ശമൂവേലിന്റെ ഒന്നാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു, ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണിക്കടി തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഏലാ താഴ്വരയിൽ ഏതാണ്ട് 40 ദിവസം ഇസ്രായേലിനെ വെല്ലുവിളിച്ച് മുൻമുളയിൽ നിർത്തിയ ഒരു ഫിലിസ്ത്യ മല്ലനുണ്ട്. അദ്ദേഹത്തിന് 11 അടി കളരമുണ്ട്, മല്ലനായ ഗോലിയാത്ത്. ആ മല്ലനായ ഗോലിയാത്ത് അവിടെ ഇസ്രായേലിനെ വെല്ലുവിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ വെല്ലുവിളി തുടർന്നുകൊണ്ടിരിക്കാൻ 40 ദിവസവും ഒരാൾക്കും അദ്ദേഹത്തോടെ യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ദാവീദിന്റെ മൂത്ത സഹോദരന്മാർ 3 പേരും ശൗലിന്റെ പട്ടാളത്തിലുണ്ട്. ആ പട്ടാളത്തിൽ ഉള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ, അതുപോലെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് വരുവാനും വേണ്ടി അഭിഷേക തൈലം തലയിൽ വീണ ദാവീദിനെ ആഹാരം കൊടുത്ത് അപ്പനായി ഇശായി വിടുകയാണ്. എന്ന് പറഞ്ഞ സപ്ലയറാക്കി രാജാവാകേണ്ട ദാവീദിനെ രാജത്വത്തിന്റെ അഭിഷേക തൈലം അദ്ദേഹത്തിന്റെ മേൽ വീഴുന്നത് അപ്പനും സഹോദരങ്ങളിലും അതുപോലെ ബേത്ലഹേമിലെ പ്രമാണിമാരും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഉൾപ്പെടെ ഭരിക്കുവാൻ രാജാഭിഷേകമാണ് ദൈവം നൽകിയത് ശമൂവേൽ കൂടി. പക്ഷെ എന്നിട്ടും അത് അംഗീകരിക്കാതെ കാട്ടിൽ കുറെ ആടുണ്ട്, അങ്ങോട്ട് പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് ദാവീദിനെ അപ്പനും കൂട്ടരുമൊക്കെ പറഞ്ഞയച്ചു. എന്ന് പറഞ്ഞാൽ അവന്റെ തലയിൽ അഭിഷേക തൈലം വീണിട്ടും, രാജത്വ അഭിഷേകം അവന്റെ തലയിൽ വീണിട്ടും അവനൊരിക്കും രാജത്വ ശ്രേണിയിലേക്ക് വരുവാനും വേണ്ടി അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നും അനുവദിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നും എന്റെ ശബ്ദം കേൾക്കുന്നതോട് ഞാൻ പറയാം, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനകൾ നടക്കാതിരിക്കുവാനും വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ എവിടുന്നൊക്കെ വന്നാലും, ചില കാലങ്ങളിലൊക്കെ അതിനെ തടഞ്ഞു വെക്കാൻ പലർക്കും കഴിഞ്ഞാലും, ദൈവമാണ് നിങ്ങളോട് അരുളപ്പാട് പറഞ്ഞെങ്കിൽ ആ അരുളപ്പാട് നിവർത്തിക്കാനുള്ള കാലങ്ങൾ അടുത്തു വരുന്നു എന്ന് നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ എന്റെ ഭാഷയിൽ ഞാൻ ഇതിന് പറയുന്നത്, ദൈവത്താൽ തന്നെയാണ് ആ താഴ്വരയിലേക്ക് മല്ലനായ ഗോലിയാത്തിനെ ദൈവം കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ മേൽ വീണ അഭിഷേക തൈലം എന്താണ്? നിങ്ങൾ 17-ാം അധ്യായത്തിലാണ് ദാവീദും അതുപോലെ ഈ ഗോലിയാത്തും തമ്മിലുള്ള ആ സംഘട്ടനമൊക്കെ കാണുന്നത്. ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്ന ഭാഗമൊക്കെ അവിടെയാണ് ഇത് വെച്ചിരിക്കുന്നത്. പക്ഷെ 16-ാം അധ്യായത്തിലാണ് ദാവീദിന്റെ മേൽ അഭിഷേക തൈലം, രാജത്വ അഭിഷേകം വീഴുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓർക്കണം, അവന്റെ രാജത്വ അഭിഷേകം അവന്റെ തലയിൽ വീണെങ്കിലും അവൻ വെളിയിൽ വരാതിരിക്കുവാനുള്ള എല്ലാ പൂട്ടും എല്ലാ ശ്രമങ്ങളും നടത്തി വാതിലുകൾ എല്ലാം അടച്ചിരിക്കുമ്പോഴും ആ പൂട്ടിനെ പൊളിക്കുവാനും വേണ്ടി ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കി. അതുകൊണ്ട് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിങ്ങൾക്ക് ദൈവം തരുന്ന അരുളപ്പാടുകൾ, നിങ്ങളെ കാണിച്ച ദൈവത്തിന്റെ ദർശനങ്ങൾ, അതൊക്കെ നടത്തുവാൻ ദൈവം ജാഗരൂകനാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി താല്പര്യപ്പെടുകയും ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായിട്ടും ആ കെട്ടുകളെല്ലാം പൊട്ടിച്ച് ദൈവം ആ വാഗ്ദത്തം നിറവേറ്റുന്ന ദിവസങ്ങൾ മുൻപിൽ ഉണ്ടെന്ന് ആശവിപരീതമായി എന്നെ കേൾക്കുന്ന ദൈവമക്കളും ദൈവദാസന്മാരും വിശ്വസിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ദാവീദ് അവിടെ വന്നു മല്ലനായ ഗോലിയാത്തിനെ കൊന്നു. അപ്പൊ മല്ലനായ ഗോലിയാത്തിനെ കൊല്ലുവാനും വേണ്ടി ദാവീദ് അവിടെ വരുമ്പോഴും ഞാനവനെ കൊല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ശൗലിന്റെ അടുക്കൽ കയറി ചെന്നു. ശൗലിന്റെ അടുക്കൽ കയറി ചെന്നപ്പോഴും ശൗല് ഇവനോട് പറഞ്ഞത്, നീ ഒരു ബാലകനാണ്, അവനോ ബാല്യം മുതൽ യോദ്ധാവാണ്. അപ്പോൾ ശത്രുവിന് ഗുണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ രാജാവ്. ഈ 40 ദിവസമായിട്ടും അവനെ ഒന്ന് കൊന്നെടുക്കുവാനുള്ള ഒരു ശ്രമവും ശൗലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പക്ഷെ ഒരുത്തൻ അവനെ കൊല്ലാമെന്ന് പറഞ്ഞ് കയറി വന്നപ്പോഴും അവന്റെ മനോവീര്യത്തെ കെടുത്തത്തക്കവണ്ണം അവനോട് പറയുകയാണ്, നീ ഒരു ബാലനാണ്, ഈ നിൽക്കുന്ന ഈ ഗോലിയാത്തുണ്ടല്ലോ, നീ ഉദ്ദേശിക്കുന്ന പുള്ളിയൊന്നുമല്ല, അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്. ഇന്ന് നമ്മുടെ ആത്മീയ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പരാജയം ഇതാണ്. പലരും പലതും ചെയ്യത്തുമില്ല, പക്ഷെ ചെയ്യുവാനും വേണ്ടി ഉള്ളവനെ കൊണ്ട് ചെയ്യിക്കത്തുമില്ല. അത് വലിയ പരാജയമാണ് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത്. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുണ്ട്. ദാവീദ് അവിടെ ചെന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കൽ എൻ്റെ അപ്പന്റെ ആടുകളെ ഞാൻ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും, 2 ഒരിക്കൽ ഒരു കരടിയും എൻ്റെ അപ്പന്റെ ആടുകളെ പിടിച്ചുകൊണ്ടുപോയി. ഞാനിതെന്റെ പിന്നാലെ ചെന്നു, അവയെ ഞാൻ അടിച്ചു കൊന്നുകളഞ്ഞു. അപ്പോൾ ഓർക്കണം, സിംഹത്തിന്റെ പിന്നാലെ ഓടി അവയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ്. സിംഹത്തിന്റെ നഖത്തെ കുറിച്ച് അറിയാമല്ലോ, വലിച്ചു കീറി നമ്മളെ ആകപ്പാടെ ദേഹം മുഴുവൻ വലിച്ചു കീറുന്ന രീതിയിലുള്ള നഖങ്ങളാണ് അതിന്റെ. മാത്രമല്ല കരടിപ്പിടുത്തം അറിയാമല്ലോ, അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനൊക്കെ ഇല്ല. പക്ഷേ തന്റെ അപ്പന്റെ ആടുകളെ
ഇതാ പിടിച്ചുകൊണ്ട് പോയതിനെ തിരിച്ചു കൊണ്ടുവരത്തക്കുള്ള പദ്ധതിയിലേക്ക് ദാവീദ് പോയി. എന്നിട്ട് പറയുകയാണ്, ഇവനും അവയിൽ ഒന്നിനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ, കാട്ടിൽ കിടത്തി ഈ മൃഗങ്ങളോട് പോരാടുവാൻ വേണ്ടി ദാവീദിനെ ദൈവം പഠിപ്പിച്ചത് വെറുതെയല്ല. മനുഷ്യനാണോ മൃഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഈ മലനായ ഗോലിയാത്തിനെ അടിച്ച് താഴെയിടുവാനാണ്. ഇന്നും എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ മനസ്സിലാക്കണം, ചില പ്രത്യേക ട്രെയിനിങ് പീരീഡിൽ കൂടി നമ്മളെ ദൈവം വിടുമ്പോൾ അത് സ്തോത്രം, അതിന്റെ അർത്ഥമോ ആഴമോ അതെന്തിനു വേണ്ടി ദൈവം നമ്മളെ അതിലെ വിട്ടുവന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, അതിന്റെ പദ്ധതി ദൈവത്തിന്റെ കയ്യിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ അവസാനം അറിയാം ദൈവത്തിന്, നമ്മുടെ ഭാവിയെ നന്നായിട്ട് അറിയാം ദൈവത്തിന്, നാം എന്താകുമെന്നും നാം ഇതിലെയൊക്കെ പോകണമെന്നും അറിയാവുന്ന ദൈവത്തിന് നിശ്ചയമായിട്ടും എന്റെ കേൾവിക്കാർ മനസ്സിലാക്കണം, അതിനു വേണ്ടിയാണ് നാം അറിയാത്തൊരു ഘട്ടത്തിൽ നമ്മളെ അതിനുവേണ്ടി ദൈവം ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ദാവീദ് ഗോലിയാത്തിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് പ്രത്യേകിച്ച് പണമൊക്കെ കൊടുത്ത് തനിക്ക് വേണ്ടി ഒരു പാട്ട് പാടണം, തന്നെ സ്തുതിക്കണം, ഇമ്പുല വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഇസ്രായേൽ കല്യ കന്യകമാരെ തിരഞ്ഞെടുത്തതല്ല. അവർ കണ്ട കാര്യം അവര് പാടി. അവർ പാടിയതാണ്, ദാവീദ് 10,000 കൊന്നു, ശൗൽ 1000 കൊന്നു. ഒന്നുകൂടെ തിരിച്ചു പറയാം, ശൗല് 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. നിങ്ങൾ ഓർക്കണം, അവര് പാടാൻ ഉള്ളൊരു കാര്യമുണ്ട്. ഈ മല്ലൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരു ഫിലിസ്തീനാണ്, നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വിട്, അവൻ ഞാനുമായിട്ട് യുദ്ധം ചെയ്യട്ടെ, അവൻ ജയിച്ചാൽ ഫിലിസ്തീനായ ഞങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് അടിമകളാണ്. 2, ഞാൻ ജയിച്ചാൽ ഇസ്രായേൽ മുഴുവൻ ഞങ്ങൾക്ക് അടിമകളാണ്. അപ്പോൾ ഓർക്കണം, ഒരു അടിമത്തം മുൻപിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ഘട്ടത്തിൽ 40 ദിവസമായി വെല്ലുവിളി നടക്കുന്ന ഓർക്കണം. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗലോ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആരുമോ, ദാവീദിന്റെ മൂത്ത സഹോദരന്മാര് 3 പേര് ഇതാ ശൗലിന്റെ പട്ടാളത്തിലുണ്ട്. പക്ഷേ കമാൻഡർമാരോ ആരും ഇറങ്ങാതെ പേടിച്ചു നിൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ മനസ്സിൽ കരുതിയ ഒരു കാര്യം, ഇവനെ ജയിക്കാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ വന്നാൽ നമ്മൾ ഫിലിസ്തീന്റെ അടിമകളാകാൻ തുടങ്ങിയാണ്. അപ്പോൾ ആ അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നതിന് മുൻപ് ദൈവം അഭിഷിക്തനായ ദാവീദിനെ അവിടെ അയച്ചു. അങ്ങനെ അടിമത്തത്തിൽ നിന്ന് പോകേണ്ട അവരെ ദൈവം വിടുവിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം കണ്ട ആ യെരൂശലേമിലെ കന്യകമാര്, ഇസ്രായേൽ കന്യകമാര്, അവർ പാടിയത് മോശമാണോ? അവർ കണ്ട കാര്യം വിളിച്ചു പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതിനെ പുരസ്കരിച്ച് അവർക്ക് പാടുവാൻ കഴിയുന്ന രീതിയിൽ ഒരു ഗാനപ്രതിഗാനം നടത്തിയെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ശൗലിന് അനിഷ്ടമായി. അവൻ മനസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് അവരെനിക്ക് കുറച്ചാ തന്നത്. ഇസ്രായേലിലെ കന്യകമാര് പാട്ട് പാടിയപ്പോൾ എനിക്ക് കുറച്ചാണ് തന്നത്, ദാവീദിനാണ് കൂടുതൽ കൊടുത്തത്. ഇനിയിപ്പം അവര് രാജത്വമല്ലാതെ ഇവനൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണിക്കടി, ഈവിൾ ഐ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദുഷ്ടക്കണ്ണ് എന്ന് പറയുന്ന രീതിയിലാണ് ആംഗലേയ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയാം, ഇത് നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ ഉണ്ടാവരുത്. ഇത് ഉണ്ടാവുന്നുള്ളതാണ് സത്യം. കണ്ണിക്കടി, ഒരുത്തൻ എങ്ങനെയും മുൻപോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ വിദ്യകളും കാണിക്കുന്ന രംഗങ്ങൾ നമ്മുടെ ഇടയിൽ കാണാം. അത് ആത്മീയരെന്ന് പറയുന്നവർ ഒക്കെയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇടികന്മാരെ വിട്ടേക്ക്, മാത്രമല്ല ജാതികളെ വിട്ടേക്ക്, ആത്മീയ മണ്ഡലത്തിൽ തന്നെ ഒരാൾ മുൻപോട്ട് പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്ന രീതികളാണ് നമ്മുടെ ആധുനിക ആത്മീയ മണ്ഡലത്തിൽ കാണുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എത്ര കണ്ണിക്കട് നടത്തുമ്പോഴും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നവന് വേണ്ടി ദൈവം വഴികൾ തുറക്കുന്നുവെന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന കേൾവിക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ദുഷ്ട സംവിധാനങ്ങൾ കണ്ട് നമ്മുടെയൊക്കെ മനസ്സ് മടുക്കുമെന്നുള്ള സത്യമാണെങ്കിലും ദൈവം ഒരു വിജയം തരുന്ന ദൈവമാണ് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. രാജാക്കന്മാരുടെ 2ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം ഒരു വേള നിങ്ങൾക്കറിയാമായിരിക്കാം. അരാം പട്ടാളം ശമരിയ ചുറ്റിയിരിക്കുകയാണ്. ആകപ്പാടെ എല്ലാവർക്കും ആഹാരമില്ലാത്ത ഉള്ള അവസ്ഥയാണ്. രാജാവ് മതിലിന്മേൽ നടക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് രാജാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, രാജാവെ രക്ഷിക്കണേ. രാജാവ് പറഞ്ഞു, ദൈവം രക്ഷിക്കാതെ ഞാനെങ്ങനെ രക്ഷിക്കും? എന്നിട്ട് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന സ്ത്രീ എന്നോട് പറഞ്ഞു എന്റെ കുഞ്ഞിനെ പുഴുങ്ങിത്തിന്നാം. അങ്ങനെ ഞങ്ങൾ എന്റെ കുഞ്ഞിനെ പുഴുങ്ങിത്തിന്നു, കാര്യം വിശപ്പ് സഹിക്കാൻ വയ്യ. നാളെ അവളുടെ കൊച്ചിനെ
പുഴുങ്ങിത്തന്നാമെന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം അവളുടെ കൊച്ചിനെ പുഴുങ്ങിത്തന്നാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവൾ ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ രാജാവ് ഇത് കേട്ടിട്ട് വസ്ത്രം കീറി. രാജാവ് രട്ടെടുത്തുകൊണ്ട് നടക്കുകയാണ് ഈ അങ്കിയുടെ അകത്ത്. അപ്പോൾ ജനങ്ങൾ തന്റെ ശരീരം പറ്റ് ഈ രട്ടെടുത്തിരിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. എന്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, ഇത് കഥയല്ല. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏതാണ്ട് 2-ലധികം പ്രാവശ്യം ഈ കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നുന്ന അല്ലെങ്കിൽ കൊന്നു തിന്നുന്ന, വറുത്തു തിന്നുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ രാജാവിന് ആകെപ്പാടെ ദേഷ്യമായി. നിങ്ങൾക്ക് 6-ാം അധ്യായത്തിൽ അതിന്റെ 25-ഉം 28-ഉം വാക്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. അപ്പോൾ രാജാവിന് ആകെപ്പാട് ഇത് കേട്ടപ്പോൾ ദേഷ്യമായൊരു സംഭവം. രാജാവ് പറഞ്ഞു, ആ കൊലപാതക പുത്രനെ കൊല്ലണം. ആരെയാണെന്നറിയാമോ? എലീശയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. എലീശയെ പിടിക്കാൻ വേണ്ടി ഇത് ആളിനെ വിട്ടപ്പോൾ പ്രവാചകനായ എലീശ ദർശനങ്ങളിൽ കൂടി കണ്ടൊരു കാര്യമുണ്ട്. എന്നെ പിടിക്കാൻ ആ കൊലപാതക പുത്രൻ ഇപ്പോൾ ആളിനെ അയച്ചിട്ടുണ്ട്, അവൻ ഇപ്പോൾ വരും, അതുകൊണ്ട് പഠിപ്പുര നിങ്ങൾ അടയ്ക്കണം. എന്നിട്ട് എലീശയിൽ കൂടി വന്ന അരുളപ്പാടാണ് നമ്മൾ വായിക്കുന്നത്. യഹോവ അല്ലെങ്കിൽ നാളെ ഈ സമയത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ആഹാരത്തിന് സമൃദ്ധി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് കേട്ടപ്പോഴാണ് രാജാവിന് കൈത്താങ്കൽ കൊടുക്കുന്ന അകമ്പടിനാവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവപുരുഷനോട് അല്ലെങ്കിൽ എലീശയോട് പറഞ്ഞ കാര്യമുണ്ട്. യഹോവ ആകാശത്തിൽ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. നിങ്ങളെ ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ അരുളപ്പാടുകളെ കുറച്ച് കാണിക്കുന്ന, അതിന്റെ ശക്തിയെ കുറിച്ച് കാണിക്കുന്ന, അതിന്റെ സത്യധർമ്മത്തെ കുറിച്ച് കാണിക്കുന്ന, അതിന്റെ സാധ്യതകളെ കുറിച്ച് കാണിക്കുന്ന രീതി ഒരിക്കലും നമ്മുടെ അകത്തുണ്ടാവരുത്. ദൈവത്തിന്റെ ആലോചന നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ രസിപ്പിക്കുവാനും നമ്മുടെ മനസ്സിൽ അല്പം സന്തോഷമുളവാക്കുവാനും വേണ്ടിയൊക്കെയുള്ള ഒരു പദ്ധതിയല്ല. ദൈവത്തിന്റെ ആലോചന ദൈവത്തിന് പറയുവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ഭാഷയിൽ ഞാൻ പറയുന്നത് ദൈവത്തിന് ചെയ്യുവാൻ ചങ്കൂറ്റമുണ്ടായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, എത്ര ദുരിതത്തിൽ കൂടിയും, എത്ര പ്രതിസന്ധിയിൽ കൂടിയും, എത്ര പ്രശ്നത്തിൽ കൂടിയും, നിങ്ങൾ പീഡകൾ കൂടിയും രോഗങ്ങൾ കൂടിയും ഒക്കെ പോകുമ്പോൾ ദൈവം നിങ്ങളുടെ അരുളപ്പാട് പറയുമ്പോൾ നിങ്ങൾ അതിനെ വിശ്വാസത്തോടെ അതിനെ ഏറ്റെടുക്കണം. വിശ്വാസത്തോടെ ഏറ്റെടുക്കാതെ ആ കാര്യങ്ങൾ സാധിക്കുകയില്ല എന്നും എന്റെ കേൾവിക്കാർ മനസ്സിലാക്കണം. ഇവിടെ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടപ്പോൾ ദേശം ക്ഷാമം കൊണ്ട് വലഞ്ഞിരിക്കുന്ന ആ അവസരത്തിൽ സാമാന്യ രീതിയിൽ ആലോചിക്കാൻ മാത്രമേ ഈ പറയുന്ന മനുഷ്യന് കഴിയത്തുള്ളൂ. അയാൾക്ക് അതിൽ കൂടുതലും വിശ്വസിക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ആത്മീകരാണെന്ന് നടിക്കുന്ന പലരും ദൈവിക കാര്യങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ആത്മീക മണ്ഡലത്തെ നാം സംശയിക്കണം. നമ്മളൊക്കെ ഒരു വേള ചിലപ്പോഴൊക്കെ ദൈവത്തിന്റെ അരുളപ്പാടുകളെ സംശയിച്ചവരൊക്കെയാണ്. പക്ഷേ കർത്താവിനോട് ക്ഷമിക്കണമെന്ന് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അവൻ ചോദിക്കുകയാണ്, ദൈവം ആകാശത്തിൽ കിളിവാതിലെ തുറന്ന് ഇങ്ങോട്ട് കാര്യമൊക്കെ ചെയ്താലും ഇത് സംഭവിക്കുമോ? അപ്പോഴാണ് അടുത്ത അരുളപ്പാട് വന്നു എലീശയുടെ ഭാഗത്തു നിന്ന്, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കണേ, ഈ ഒരു അരുളപ്പാടിനെ വിശ്വസിക്കാതിരുന്ന എന്ന് പറഞ്ഞാൽ കേൾവിക്കാരുടെ മനസ്സിനെ പോലും ഇത് ധാടനം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ആഹാരമില്ലാതെ വിഷമിക്കുന്ന ആ ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും തീ കോരിയിടുന്ന ഒരു ചിന്തയാണ് ഈ അവിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞത്. അവനോട് അടുത്ത അരുളപ്പാട് വന്ന എന്താണെന്നറിയാമോ? നീ അത് കാണും നിന്റെ കണ്ണുകൊണ്ട്, പക്ഷെ നീ അതിൽ നിന്ന് തിന്നുകയില്ല. നിങ്ങളെ ശ്രദ്ധിക്കണം, അതിന്റെ അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. ദൈവം ഭയപ്പെടുത്തി അരാം സൈന്യത്തെ ഓടിച്ചു. അവർ അപ്പോൾ വിചാരിച്ചതെന്നറിയാമോ? ഈ പറയുന്ന ഇസ്രായേൽ രാജാവ് മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് സൈന്യങ്ങളെ കൂലി കൊടുത്തു വാങ്ങി തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്കൊരു ഭീതി ഉളവായി അവർ ഓടിയാകപ്പാടെ. ഓടിയപ്പോൾ അന്ന് ചില കുഷ്ഠരോഗികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ വിശന്നിരിക്കുകയാണ്. അവർ പറഞ്ഞു, നമ്മൾക്ക് ഏതൊരു അരാമ്യ പട്ടാളത്തിന്റെ ആ ക്യാമ്പിലേക്കൊന്ന് പോകാം. ഏതായാലും നമ്മൾ ഇവിടെ കിടന്നാലും പട്ടിണി കൊണ്ട് മരിക്കും. എന്നാൽ നമ്മൾ ആ പട്ടാളത്തിന്റെ ക്യാമ്പിൽ ചെന്നാൽ വല്ലതും കിട്ടുമ്പോൾ കിട്ടും. അവര് കൊന്നാൽ നമ്മൾ ചാകും, ഇല്ലെങ്കിൽ കൊന്നില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കും. പക്ഷെ അവർ ചെന്നപ്പോൾ അവരുടെ കണ്ണുകൾക്ക് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ചില കാഴ്ചകളാണ് അവരവിടെ കണ്ടത്. എന്താ കാര്യമെന്നറിയാമോ? അവർ കണ്ടത് ആഹാരങ്ങളെല്ലാം വിളമ്പി വെച്ചിരിക്കുന്നു. മാത്രമല്ല കുതിരകളെ കെട്ടിയെടുത്ത് തന്നെ ഇട്ടിരിക്കുന്നു. അതുപോലെ വസ്ത്രങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അതുപോലെ ആഭരണങ്ങൾ ഒക്കെയുണ്ട്. ഇവർ ഒന്നാമത്തെ കൂടാരത്തിൽ കയറി തിന്നു കുടിച്ചു. അവർ പല നല്ല സാധനങ്ങളും അവര് കൈക്കലാക്കി. അങ്ങനെ ചില കൂടാരങ്ങൾ കയറിയപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യം ഇത് അല്പം വ്യത്യാസമാണ്. അപ്പോൾ അവര് ആദ്യം സംശയിച്ചു. എങ്കിലും അവർ ചെന്ന് അവർ തമ്മിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സദ്വർത്തമാന ദിവസമാണ്, നമ്മളിത് മിണ്ടാതിരുന്ന് നമ്മുടെ ജനങ്ങൾ മുഴുവൻ ആകപ്പെട്ട് പട്ടിണിയാക്കുകയാണ്, അതുകൊണ്ട് അത് വിളിച്ചു പറയണം. അങ്ങനെ
ഈ കാര്യം രാജാവിനെ ബോധിപ്പിച്ചു. അങ്ങനെ ഇവർ വന്ന ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് ആ സമൃദ്ധിയിലേക്ക് വരുമ്പോൾ അവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് വിതരണം ചെയ്യണം. അതാണ് നമ്മൾ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. രാജാവ് ദൈവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞതുപോലെ അവൻ മരിച്ചുപോയി. അപ്പോൾ ഓർക്കണേ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാതെ കണ്ടിട്ടേ വിശ്വസിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ നിയമങ്ങൾ, ദൈവം പറഞ്ഞ വാക്കുകൾ, ദൈവം കാണിച്ച ദർശനങ്ങൾ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് വിശ്വസിക്കുവാൻ കഴിയാതിരുന്ന ഈ മനുഷ്യനോട് ദൈവപുരുഷനായ എലീശ പറഞ്ഞ വാചകം അറിയാമല്ലോ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, പക്ഷേ നീ അതിൽ തിന്നുകയില്ല. അപ്പോൾ ഓർക്കണമേ, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ട് അത് പ്രാപിക്കുവാൻ കഴിയാത്തൊരു രംഗത്തിലേക്ക് വരുമ്പോൾ നാം എത്ര ഹതഭാഗ്യന്മാരായി പോകുന്നു എന്നാണ് നാം അറിയേണ്ടത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മളുടെ കണ്ണുവച്ച് കാണുന്നത് പ്രാപിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്റെ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായ കാര്യം, ദൈവത്തിന്റെ വാക്കുകൾ ഒരിക്കലും വൃഥാവിലാകി പോയില്ല. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഒരിക്കലും ശൂന്യമായി പോകുകയില്ല. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. നിങ്ങളത് വെറും കണ്ണുവച്ച് കാണുക മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ അതിനെ ആഴ്ത്തി എഴുതണം. നിങ്ങൾ സ്തോത്രം പറഞ്ഞ് അത് ഏറ്റെടുക്കണം. നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്കത് കരഗതമാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് എന്റെ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒത്തിരി അനുഭവങ്ങൾ കൂടി അല്പം മോഹഭംഗമുണ്ടാക്കുന്ന, വേദന ഉളവാക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവം പറഞ്ഞ അരുളപ്പാടുകളെ വിശ്വസിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും അതിനെ നിറവേറ്റുവാനും അത് നിങ്ങൾ പ്രാപിച്ച് സന്തോഷപൂരിതരാകുവാനും ദൈവം അനുവദിക്കുന്ന ദിവസങ്ങൾ മുൻപിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ കണികൾ നിങ്ങളുടെ മനസ്സിൽ വരരുത്. അതിനെ ഉച്ചാടനം ചെയ്ത് വളരെ ഭംഗിയോടെ വിശ്വസ്തയോടെ കർത്താവിന്റെ മുൻപിൽ നിൽക്കാം. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെടാം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രകാശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ കേൾവിക്കാരെ എല്ലാവരും ദൈവം സഹായിക്കുവാനും അനുഗ്രഹിക്കുവാനും ഞാൻ പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം ഉണ്ടാക്കുന്നു. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.